ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഏത് തരത്തിലുള്ള ഫോർമേഷൻ ആയിക്കോട്ടെ, ഏത് ടാറ്റിക്സ് ആയിക്കോട്ടെ, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്ലേയിങ് സ്റ്റൈലാണ് നമ്മുടെ ഹോൾ പ്ലേയേഴ്സ്. തീർച്ചയായിട്ടും ഹോൾ പ്ലേയേഴ്സ് ഇല്ലാത്ത ഒരു സ്ക്വാഡും ഒരു ഫോർമേഷനും കംപ്ലീറ്റ് ആവില്ല എന്നുള്ളതാണ്. അത്രയും ഇമ്പാക്റ്റ് ആണ് ഹോൾ പ്ലേയേഴ്സ് നമ്മുടെ ഗെയിം പ്ലേയിൽ വരുത്തുന്നത്. സോ നിങ്ങളുടെ സ്ക്വാഡിൽ നല്ലൊരു ഹോൾ പ്ലെയർ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് കാർഡ് നമ്മുടെ ഗെയിമിൽ തന്നെയുണ്ട്. സോ ആ ഒരു കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫ്ലോറിയൻ വിറ്റ്സിന്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് കാർഡ്. ഈ ഒരു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 21 ഏജ് ആണ് പുള്ളിക്ക് വരുന്നത്. ഹോൾ പ്ലെയർ ആണ് കാർഡ് വരുന്നത്. പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബോൾ കൺട്രോൾ 93 വരുന്നുണ്ട്, ഡ്രിബിളിംഗ് 95, അതുപോലെ തന്നെ ടൈറ്റ് പൊസിഷൻ 96 വരുന്നുണ്ട്, ലോ പാസ് 90, അതുപോലെ തന്നെ ലോഫ്റ്റഡ് പാസ് 81 വരുന്നുണ്ട്, ഫിനിഷിംഗ് 81. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് കാർഡിന്റെ ഒരു സ്റ്റാറ്റ് ആണെന്ന് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സ്റ്റാറ്റാണ് ഈ ഒരു കാർഡിനുള്ളത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്പീഡ് 85 വരുന്നുണ്ട്, ആക്സിലറേഷൻ 93ഓളം വരുന്നുണ്ട്, ബാലൻസ് 88ഉം അതുപോലെ തന്നെ സ്റ്റാമിന 82ഓളം വരുന്നുണ്ട്. നമ്മുടെ ഫോം വരുന്നത് സ്റ്റാൻഡേർഡ് ആണ്. ഈ ഒരു പ്ലെയറുടെ മറ്റൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹോൾ പ്ലെയറിന് വേണ്ടുന്ന എല്ലാവിധ സ്കില്ലും ബിൽറ്റ് ഇൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു കാർഡിന് വരുന്നത്. ഡബിൾ ടച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ സോൾ കൺട്രോൾ വരുന്നുണ്ട്, വൺ ടച്ച് പാസ് വരുന്നുണ്ട്, ത്രൂ പാസിംഗ് വരുന്നുണ്ട്, പിൻ പോയിന്റ് ക്രോസിംഗ് വരുന്നുണ്ട്. ഈ ഒരു കാർഡിന് നിങ്ങൾ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള അഡീഷണൽ സ്കില്ലും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കാർഡ് വന്നേക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ AMF പൊസിഷനിൽ ഈ ഒരു കാർഡ് തരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ റൈറ്റ് വിങ് ഫോർവേഡിലും പൊസിഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവിധ അറ്റാക്കിംഗ് പൊസിഷനിലും നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഫ്ലോറിയൻ വിറ്റ്സിന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. ആളുടെ മെയിൻ ആയിട്ടുള്ള എബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും സ്റ്റാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പ്ലെയറെ വളരെ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലോ പാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90ഓളം വരുന്നുണ്ട്. നമ്മുടെ പെഡ്രിയുടെ ഹൈലൈറ്റ് കാർഡുകളൊക്കെ കളിപ്പിക്കും കിട്ടുന്ന ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്ലോറിയൻ വിറ്റ്സിന്റെ സ്റ്റാൻഡേർഡ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത്രയും എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ലോ പാസ് എന്ന് പറയുന്നത് അത്രയും OP ആണ്. ട്രസ്റ്റ് മീ ഗൈസ്, അത്രയും OP ആയിട്ട് കിടക്കുന്ന ഒരു പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. നല്ല രീതിയിൽ അസിസ്റ്റും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഫ്ലോറിയൻ വിറ്റ്സിന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാർഡാണ് ഫ്ലോറിയൻ വിറ്റ്സിന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു കാർഡിന് ഞാൻ കൊടുത്തേക്കുന്ന പ്രോഗ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. യെസ്, ഈ ഒരു രീതിയിലാണ് ഫ്ലോറിയൻ വിറ്റ്സിന്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് കാർഡിന് പ്രൊഗ്രഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കുന്നത്. സോ നിങ്ങൾ കളിപ്പിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ പ്രൊഗ്രഷൻ കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾ മെയിനായിട്ടും ഈ ഒരു കാർഡ് യൂസ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഫോർവേഡ് പാസും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ്. ഈ ഒരു കാർഡിന്റെ ത്രൂ പാസിംഗ് എന്ന് പറയുന്നത് അത്രയും OP ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ ത്രൂ പാസിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് നമ്മുടെ ലോങ് ബോൾ കൗണ്ടർ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. കാരണം ഈ ഒരു ത്രൂ പാസിംഗിന്റെ ഇത്രയും ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിന് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ CF ഒക്കെ നല്ല രീതിയിൽ റൺ എടുക്കുന്ന ടൈമിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് തന്നെ ഈ ഒരു കാർഡിന് നല്ല രീതിയിൽ ത്രൂ പാസിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലത്തെ ഫോം നോക്കിക്കഴിഞ്ഞാൽ C ആണ് വരുന്നത്. എന്നാലും അത്യാവശ്യം എല്ലാ കളിയിൽ തന്നെ നല്ല രീതിയിൽ ഫോമും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. ഇനി എങ്ങനെ ഈ ഒരു കാർഡിനെ സൈൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ കോൺട്രാക്റ്റിലേക്ക് പോകുന്നു. അവിടെ സ്റ്റാൻഡേർഡ് പ്ലെയർ ലിസ്റ്റ് ഉണ്ടാവും. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്യേണ്ടത് നമ്മുടെ നാഷണാലിറ്റി ബാർ റീജിയൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ യൂറോപ്പ് എടുക്കുന്നു. അതിൽ നേരെ നമ്മൾ കൊടുക്കുന്നത് ജർമ്മനിയാണ്. യെസ്, ഇവിടെ ജർമ്മനി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ പൊസിഷനിൽ ജസ്റ്റ് ഒന്ന് AMF കൊടുക്കുകയാണ്. യെസ്, AMF കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലെയിൻ സ്റ്റൈൽ കാണാം. പ്ലെയിൻ സ്റ്റൈൽ നിങ്ങൾ ഹോൾ പ്ലെയർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിയൻ വിറ്റ്സിന്റെ ഈ ഒരു കാർഡ് മേലെ തന്നെ കാണാൻ സാധിക്കും. 2,60,000 GP കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് സൈൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരുപാട് GP കാര്യങ്ങളൊക്കെ കാണും. അനാവശ്യമായിട്ട് വെറുതെ GP കളയാതെ ഇതുപോലുള്ള കാർഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് കളിപ്പിച്ച് നോക്കുക. ഈ ഒരു കാർഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമുക്ക് സജസ്റ്റ് ചെയ്തത്. കളിപ്പിച്ച് നോക്കിയപ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തത്. കോയിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ എപ്പിക് കാർഡുകളും അതുപോലെ തന്നെ ബിഗ് ടൈം കാർഡുകളും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ടിലും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോണ്ടന്റിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി. തീർച്ചയായിട്ടും ഓരോ പൊസിഷനിലും വരുന്ന ഇതുപോലുള്ള അണ്ടർ റേറ്റഡ് കാർഡുകളുടെ ഒരു സീരീസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു കാർഡിൻ്റെ ആകെയുള്ള ഒരു ഡ്രോബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫിസിക്കൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കുറവാണ് ഈ ഒരു കാർഡിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിസിക് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അത്ര നല്ല രീതിയിൽ വർക്ക് ആവണമെന്നില്ല. എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രൊഗ്രഷൻ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് പാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്കുള്ളതാണ് ഗൈസ്. തീർച്ചയായിട്ടും സൈൻ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.